എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിലുള്ള ഈ UPS മോഡ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ 3-4 വീഡിയോകളായിട്ട് സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അതായത് പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറിൽ UPS മോഡ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. പലർക്കും പല സംശയമാണ്, എന്തിനാണ് ഈ UPS മോഡ്. ഒത്തിരി ആളുകൾക്ക് എന്തോ ധാരണകളുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഒരു മെഡിയുടെ ബോർഡാണ്. ഈ ഒരു മെഡിയുടെ ബോർഡിൽ ഇതിൻ്റെ മൈക്രോ കൺട്രോളർ വഴിയാണ് സ്വിച്ചിങ് മോഡെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് കണക്ഷനാണ് ഈ ഭാഗത്തുള്ളത്. ഈ സ്വിച്ച് കണക്ഷനിൽ ഒരെണ്ണം ഇൻവെർട്ടർസ് ഓൺ സ്വിച്ചും ഒരെണ്ണം UPS മോഡ് ഓൺ സ്വിച്ചുമാണ്. അപ്പോൾ 2 മോഡുകളും ഓൺ ആവുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി ബാക്കപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ മെയിൻസ് കണക്ഷൻ കൊടുക്കുന്നു. അതായത് ഗ്രിഡ് ലൈൻ കൊടുത്തിട്ട് നമ്മൾ എപ്പോഴും ഗ്രിഡ് ലൈനാണ് യൂസ് ചെയ്യുന്നത്. ഗ്രിഡ് ലൈൻ എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്, ആ സമയത്ത്. അല്ലെങ്കിൽ ഗ്രിഡ് ലൈൻ ഓഫ് ചെയ്യുമ്പോൾ ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ആക്കി ഇടുമ്പോൾ ഇതിൻ്റെ ബാക്കപ്പ് മോഡ് സൈൻ വേവ് ഇൻവെർട്ടർ മോഡിലോട്ട് പോകുന്നു. അപ്പോൾ ആ മോഡിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു UPS മോഡ് എന്നും പറഞ്ഞുള്ള ഒരു മോഡ് കൂടിയുണ്ട്. അപ്പോൾ ആ സ്വിച്ചിങ് മോഡ് വർക്ക് ചെയ്യുന്നത് ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ആണെങ്കിൽ മാത്രമേ ഈ UPS മോഡ് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ UPS മോഡ് മാത്രം ഓൺ ചെയ്തിട്ടുണ്ട് ഒന്നും നടക്കുന്നില്ല. കാരണം UPS മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ UPS നോട്ട് റെഡി എന്നാണ് വരുന്നത്. ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം റെഡി എന്ന് പറയും. അപ്പോൾ സിസ്റ്റം റെഡി ആയി കഴിഞ്ഞാൽ മാത്രമേ UPS മോഡ് ആക്റ്റീവ് ആകുകയുള്ളൂ. ഇനി നമ്മൾ UPS മോഡ് ഓൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ UPS മോഡ് നോട്ട് റെഡി. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിവിടെ ഇൻവെർട്ടർ സ്വിച്ച് കൂടി ഓൺ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ സിസ്റ്റം ഓൺ എന്ന് വരും, കൂടെ UPS റെഡി എന്നും പറഞ്ഞു വരുന്നു. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ഉപകരണങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് കറണ്ട് പോകുന്നത് അറിയാതെ തന്നെ നമുക്ക് ആ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റകളൊന്നും നഷ്ടപ്പെടാതെ തന്നെ ബാക്കപ്പിലോട്ട് മാറണം. അതിനുവേണ്ടിയാണ് ആ ഒരു മോഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു റിലേ സ്വിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മെയിൻസ് ലൈൻ അല്ലെങ്കിൽ ബാക്കപ്പ് ലൈൻ അല്ലെങ്കിൽ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത് ഈ റിലേ വഴി കോണ്ടാക്റ്റ് ആക്റ്റീവ് ആകുമ്പോഴാണ്. അപ്പോൾ നോർമലി ഈ റിലേ സ്വിച്ച് മെയിൻസ് ലൈനും അതായത് നോർമലി ക്ലോസ്ഡും കോമണും തമ്മിൽ കോണ്ടാക്റ്റ് ആയി കിടക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വരുന്നത് ട്രാൻസ്ഫോമറിന്റെ ഔട്ടും മെയിൻസ് ലൈനും ഓൺ ആയി കിടക്കുകയാണ്. ആ അവസരത്തിൽ നമുക്ക് മെയിൻസ് ലൈനാണ് പുറത്തോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻസ് ലൈൻ ഔട്ട് ആകുമ്പോൾ ഈ റിലേ സ്വിച്ച് ഫാസ്റ്റ് ആയിട്ട് ട്രിഗർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് UPS മോഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്വിച്ചിങ് ടൈമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സാധാരണ നമ്മൾ ഇൻവെർട്ടർ ഓൺ ആകുമ്പോൾ, അതായത് മെയിൻസ് ലൈനിൽ നിന്ന് ഇൻവെർട്ടറിലോട്ട് പോകുമ്പോൾ 300 മുതൽ 500 മില്ലി സെക്കൻഡിലാണ് ഈ റിലേ ട്രിഗർ ആകുന്നത്. അപ്പോൾ 300 മുതൽ 500 മില്ലി സെക്കൻഡ് വരെ എടുക്കും ഈ റിലേ ട്രിഗർ ആയിട്ട് ഇൻവെർട്ടർ മോഡ് തരുന്നത്, അതായത് ബാക്കപ്പിലോട്ട് പോകുന്നത്. പക്ഷേ നമ്മളിവിടെ UPS മോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് ഇൻവെർട്ടർ സ്വിച്ച് ഓണും UPS മോഡും ആക്റ്റീവായി കിടക്കുകയാണെങ്കിൽ 10 മില്ലി സെക്കൻഡിനുള്ളിൽ ആണ് ഈ റിലേ സ്വിച്ച് ട്രിഗർ ആകുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഒരു 10 മില്ലി സെക്കൻഡിനുള്ളിൽ ഈ റിലേ സ്വിച്ച് ട്രിഗർ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ഉപകരണങ്ങൾ ഒന്നും തന്നെ ഷട്ട് ഡൗൺ മോഡിലോട്ട് പോകില്ല, ഇല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റാസ് സേവ് ആകാതെ ഓഫ് ആകുകയില്ല. സാധാരണ ഇൻവെർട്ടർ മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റം ചിലപ്പോൾ ഷട്ട് ഡൗൺ ആയിട്ട് വീണ്ടും ഓൺ ആകുന്നു. അപ്പോൾ നമ്മൾ അത്രയും നേരം ഉപയോഗിച്ചിരിക്കുന്ന ഡാറ്റകൾ എല്ലാം സേവ് ആകാതെ പോകുന്നു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളൊക്കെയാണ്. അതേപോലെ വരുന്ന യൂണിറ്റുകളൊക്കെ ഇതിൽ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണം ഒരിക്കലും ഓഫ് ആകരുത്, അതായത് ഓഫായി ഓൺ ആകരുത്. ആ ഒരു പ്രത്യേകതയാണ് വേണ്ടത്. സാധാരണ നമുക്ക് ഇതിലൊരു 100 വാട്ട് ബൾബ് കണക്ട് ചെയ്തിട്ട് ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്തിടുക, അതിനുശേഷം മെയിൻസ് ഓൺ ചെയ്തിടുക. ആ ഒരു സംഭവത്തിൽ ഇൻവെർട്ടർ മോഡിലാണെങ്കിൽ മെയിൻസ് കണക്ഷൻ ഇതിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് കുറച്ച് സെക്കൻഡുകൾ എടുക്കും. ആ സെക്കൻഡുകൾ എടുക്കുമ്പോൾ തന്നെ ഷിഫ്റ്റ് ആവുന്നു. ആ ഷിഫ്റ്റ് ആവുന്നത് നമ്മൾ ഇതിൽ അറിയുന്നില്ല. അതായത് ഇൻവെർട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെയിൻസ് വരുമ്പോൾ ഒരു കാരണവശാലും ഇതിൽ അറിയുന്നില്ല. പക്ഷേ ഇൻവെർട്ടർ സ്വിച്ച് ഓണും മെയിൻസും ഓൺ ആയിരിക്കുന്ന അവസരത്തിൽ നമ്മൾ പെട്ടെന്ന് മെയിൻസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബൾബ് ഒന്ന്
കണ്ണ് ചിമ്മി തുറക്കണ പോലെ ആയിരിക്കും ബാക്കപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് ശ്രദ്ധിച്ചു നോക്കിയാൽ ബൾബ് പതിയെ ഒന്ന് അണഞ്ഞു പോകുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും പവറായിട്ട് വരും. അപ്പോൾ അതാണ് നോർമലി ഉള്ള മോഡ്. പക്ഷേ നമ്മൾ അവിടെ ഒരു UPS മോഡാണ് ഓൺ ആക്കിയിട്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു കണ്ണ് ചിമ്മണ ആ ഒരു പ്രക്രിയ സംഭവിക്കുന്നതല്ല. കാരണം നമ്മളത് ഷിഫ്റ്റ് ആവുന്നത് അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉപകരണങ്ങളൊന്നും ഓഫായിട്ട് ഓൺ ആകാത്തത്. അപ്പോൾ അതിനു വേണ്ടിയാണ് അവിടെ ഒരു UPS മോഡ് ഓൺ ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോർഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെറുതെ ഒരു UPS മോഡും ഇൻവെർട്ടർ മോഡും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ UPS മോഡ് ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ചെറിയൊരു സർക്യൂട്ടും ഒരു ഓക്സിലറി സപ്ലൈയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഫംഗ്ഷൻ അതിൽ വർക്ക് ആവുള്ളൂ. അതായത് ബൾബ് കണ്ണ് ചിമ്മി തുറക്കുന്നത് പോലെ ആകാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഓക്സിലറി സപ്ലൈയും ഒരു ചെറിയൊരു സർക്യൂട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫംഗ്ഷൻ ഓൺ ആകുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിൽ വെറുതെ ഒരു UPS സ്വിച്ചും കൂടി ഓൺ ആക്കിയിട്ടിട്ട് യാതൊരു ബലവുമില്ല. കാരണം അതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നില്ല. അതിൻ്റെ ഫംഗ്ഷൻ നടക്കണമെങ്കിൽ ഇവിടെ ഒരു ഓക്സിലറി സർക്യൂട്ട്, അതേപോലെ ഒരു ഓക്സിലറി സപ്ലൈയും അതിൻ്റെ ഒരു സർക്യൂട്ടും കൂടി വന്നിട്ടാണ് ഈ റിലേ ഫാസ്റ്റ് ആക്കാനുള്ള നടപടിക്രമങ്ങൾ ഇതുവഴി മൈക്രോ കൺട്രോളിലോട്ട് വിടുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇല്ലാത്ത ബോർഡുകളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. സാധാരണ ആ UPS മോഡിൻ്റെ ആവശ്യം ഇപ്പോഴില്ല. പൊതുവെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളൊന്നും ആളുകൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് സാധാരണ ഒരു ബോർഡായിട്ട് വരുന്നത്. നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടുന്നതായാലും ഇപ്പോൾ ചെയ്തു വരുന്നതായാലും ഇതേപോലെയുള്ള ഒരു ബോർഡാണ്. അതിൽ UPS മോഡ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അതിൽ ഓക്സിലറി സപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ അതിൽ ചെറിയൊരു സർക്യൂട്ടോ ഇല്ല. ഇനി നമുക്ക് ആ സംഭവം എന്താണെന്ന് നോക്കാം. ഞാനിവിടെ 2 ബോർഡുകളാണ് വെച്ചിരിക്കുന്നത്. രണ്ടും മെഡിയുടെ ബോർഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ അസംബ്ലി ചെയ്ത് കാണിച്ച ബോർഡ് ഇതാണ്. ഇതിൽ UPS മോഡ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൽ UPS മോഡ് ആക്റ്റീവ് ആകാനുള്ള അല്ലെങ്കിൽ അത് ഫംഗ്ഷൻ ചെയ്യാനുള്ള ഓക്സിലറി സപ്ലൈയോ അതിനുള്ള സർക്യൂട്ടോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഞാൻ ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ ബോർഡിൽ ഈ എല്ലാ ഫംഗ്ഷനും ഉണ്ട്. അതായത് ഇവിടെയാണ് ഫീഡ്ബാക്ക് എന്നും പറഞ്ഞുള്ള ഒരു ഓക്സിലറി സപ്ലൈ കൊടുക്കാനുള്ളത്. ട്രാൻസ്ഫോമറിൽ നിന്നും വരുന്ന ഒരു ഓക്സിലറി AC സപ്ലൈ ആണ്. അതിൽ 40 മുതൽ 45 വോൾട്ട് വരെ അതിന്റെ പ്രൈമറിയിൽ നിന്നാണ് ഈ വോൾട്ടേജ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻസ് ഓൺ ആയാലും ബാക്കപ്പ് ഓൺ ആയാലും ഇവിടെ 40-45 വോൾട്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്. ആ ഒരു വോൾട്ടേജ് വഴി ഇവിടെയുള്ള ഒരു ചെറിയൊരു സർക്യൂട്ടും ഇവിടെ ഒരു സെനർ ഡയോഡും ഉണ്ട്. അപ്പോൾ 40 വോൾട്ട് ആണെങ്കിൽ നമ്മളിവിടെ 39 വോൾട്ടിന്റെ സെനറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു സർക്യൂട്ട് വഴിയാണ് ഈ ഫീഡ്ബാക്ക് മൈക്രോ കൺട്രോളിലോട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഈ റിലേ ഫാസ്റ്റ് ആയിട്ട് ട്രിഗർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഫീഡ്ബാക്ക് കൊടുക്കാനുള്ളതോ ഇല്ലെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ഇതേപോലെയുള്ള സർക്യൂട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു ബോർഡിൽ അത് വെറുതെ ഡിസ്പ്ലേയിൽ UPS മോഡ് ആക്റ്റീവ് അല്ലെങ്കിൽ റെഡി എന്ന് മാത്രം എഴുതി കാണിക്കുകയല്ലാണ്ട് അതിന്റെ ഫംഗ്ഷൻ നടക്കുന്നതല്ല. എന്നിരുന്നാൽ ഈ ഒരു ബോർഡിലാണെങ്കിൽ നമ്മൾ ഇതിൽ ഈ ഓക്സിലറി സപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ UPSന്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടിട്ട് ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻസ് എപ്പോൾ പോകുന്നോ അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ലോഡ് കണ്ണ് ചിമ്മാതെ തന്നെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അതിലോട്ട് സപ്ലൈ പോകുന്നു. അപ്പോൾ അതാണ് ഈ UPS ഫംഗ്ഷന്റെ പ്രത്യേകത. ഇനിയിപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു ഓപ്ഷൻ സാധാരണ വീടുകൾക്ക് ആവശ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ വരുന്ന ബോർഡുകളിലൊന്നും കൊടുക്കാത്തത്. കാരണം വീടുകളിൽ ഇൻവെർട്ടർ മോഡ് മാത്രം മതി, UPS മോഡിന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ അവിടെ ഒരു UPS മോഡ് ഓൺ ചെയ്ത് ഇടുകയാണെങ്കിലുള്ള അവസ്ഥ നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ബോർഡിൽ നമുക്ക് ഈ ബോർഡ് മാറ്റി വെക്കാം. ഈ ഒരു ബോർഡിൽ നമ്മളിവിടെ ഫീഡ്ബാക്ക് വോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇതിൽ ചെയ്യുന്ന മെയിൻ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ ഈ 2 ഹീറ്റ് സിങ്കിലോട്ട് വരുന്ന 7.5 വോൾട്ടേജ് ആണ് വരുന്നത്. ഇതിന്റെ പ്രൈമറിയിൽ മെയിൻ ലോഡ് കൊടുക്കാനുള്ള 220 വോൾട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ പ്രൈമറിയിൽ തന്നെ ഒരു 40 വോൾട്ടിന്റെ വൈൻഡിങ് കൂടി എക്സ്ട്രാ ഉണ്ടാവും. ആ വൈൻഡിങ് ആണ് നമ്മൾ ഇവിടെയിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷൻ ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് നമ്മൾ ഈ സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ UPS മോഡ് ആക്റ്റീവ് ആണെന്ന് അറിയാനായിട്ട് നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ബസർ കുറച്ച് ടൈം ഡിലേ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ബസർ ഇങ്ങനെ ഓൺ ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ബസർ ഇങ്ങനെ ബീപ്പ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഈ UPS മോഡ് ആക്റ്റീവ് ആണെന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് UPS മോഡ് ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബസറിന്റെ ബീപ്പ് ശബ്ദം നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും വീടുകളിലൊക്കെ അങ്ങനത്തെ ഒരു ആവശ്യം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കതൊരു ശല്യമായി മാറും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ഇൻവെർട്ടറിൽ നിന്നും ശബ്ദം വരുന്നു. അപ്പോൾ ഒരു വീട്ടുകാരാണെങ്കിൽ ആ വീട്ടുകാർ പറയും അതൊരു കംപ്ലൈൻ്റ് ആണ്. കാരണം അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ശബ്ദം വരുന്നു. ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ടാണ് ആ ഒരു ശബ്ദം വരുന്നത്. ഇനിയിപ്പോൾ ഈ ബോർഡ് അല്ലെങ്കിൽ ഈ ബോർഡിൽ ഈ UPSന്റെ മോഡ്, അതായത് ഈ സ്വിച്ച്
ഓൺ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബസർ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ ബോർഡിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഇൻവെർട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിൽ സിസ്റ്റം ഓൺ, അതായത് ഈ ഇൻവെർട്ടർ ഓൺ ചെയ്യുന്ന സ്വിച്ച് മാത്രം മതി, വേറൊരു സ്വിച്ചിൻ്റെയും ആവശ്യമില്ല. പലരും പിന്നെ ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു 2 പിൻ സോളാർ മോഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബാറ്ററിയിലോട്ടുള്ള ചാർജിങ് കട്ട് ചെയ്യാൻ ഉള്ള ഒരു സെക്ഷനാണെന്നാണ് പൊതുവേ ആൾക്കാരുടെ ധാരണ. ശരിക്കും ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചാർജിങ് കട്ടാകും. പക്ഷേ ഇത് ഈ മെഡിയുടെ തന്നെ ഒരു സോളാർ ചാർജ് ബോർഡ് കണക്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷന് വേണ്ടി മാത്രമാണ് ഇതിട്ടിരിക്കുന്നത്. ചാർജിങ് കട്ട് ചെയ്യുവാനായിട്ട് നമ്മുടെ ഇവിടെ ചാർജ് സ്വിച്ച് എന്നും പറഞ്ഞുള്ള 2 പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നും എടുത്ത് സ്വിച്ച് വെച്ചിട്ടാണ് ചാർജിങ് കട്ട് ചെയ്യുന്നത്. കാരണം ഈ ചാർജ് സ്വിച്ചിൽ നിന്നും ലൈൻ എടുത്ത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിലോട്ട് ഒരു കാരണവശാലും 220 വോൾട്ട് അല്ലെങ്കിൽ 250 വോൾട്ട് പോകുന്നതല്ല. അതേസമയം നമ്മൾ ഇത് ഓൺ ആക്കിയിട്ടിട്ട് ഈ ഒരു മോഡാണ് ആക്റ്റീവ് ആണെങ്കിൽ ഡിസ്പ്ലേയിൽ സോളാർ ചാർജ് മോഡെന്ന് എഴുതി കാണിക്കും. പക്ഷേ ഇവിടുന്ന് സപ്ലൈ കയറി ട്രാൻസ്ഫോമറിലെത്തി ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ അതിൻ്റെ വോൾട്ടേജ് വന്ന് കിടക്കും. അതായത് 7.5 വോൾട്ടേജ് വന്ന് കിടക്കും. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിലോട്ട് എടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ അങ്ങനെ ഒരു അവസരത്തിൽ ഈ ട്രാൻസ്ഫോമർ ആക്റ്റീവായി നിൽക്കുകയാണ്. ആക്റ്റീവായി നിൽക്കുന്ന അവസരത്തിൽ നമുക്ക് കുറച്ച് കറണ്ട് നഷ്ടമാണ്. കാരണം ഇതിൻ്റെ കോയിൽ പ്രവർത്തിച്ച് ഔട്ട്പുട്ട് തരുന്നതിന് അതിൻ്റെ ഒരു കറണ്ട്, അതായത് ഒരു സ്റ്റാൻഡ് ബൈ എന്നുള്ള ഒരു മോഡിൽ നമുക്ക് കുറച്ച് കറണ്ട് കാശ് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു സ്വിച്ചിൻ്റെ കണക്ഷൻ എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ചാർജ് സ്വിച്ച് എന്നുള്ള സ്വിച്ച് മാത്രമേ എടുക്കാവൂ. അപ്പോൾ നമ്മളുടെ യൂണിറ്റിൻ്റെ ഫ്രണ്ടിൽ ഒറ്റ സ്വിച്ച് മാത്രം മതി, അത് ഇൻവെർട്ടർ ഓൺ സ്വിച്ച് മാത്രം മതി. അപ്പോൾ കുറേ ആളുകൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സംശയങ്ങളൊക്കെ ഇതോടുകൂടി മാറിയെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.